ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻ കുട്ടു. അതായത് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ വർഷത്തെ, അതായത് 2024 ഏപ്രിൽ മാസത്തെ വിഷുഫലം, അതായത് 1199 ആണ്ട് ഉള്ള വിഷുഫലമാണ് പറയുന്നത്. 1199 ആണ്ട് മലയാള വർഷം, അതുപോലെ തന്നെ 2024 ഇംഗ്ലീഷ് വർഷം. ഇതിലത്തെ വിഷുഫലമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വിഷുഫലത്തിൽ കുംഭശനി, അതായത് കുംഭൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി, മേടവ്യാഴം, മേടൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം, കൊല്ലവർഷം 1199 മീനമാസം 31, അതായത് മീനമാസം 31 ശനിയാഴ്ച ഉദയായി, അതായത് ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, 36 നാഴികയും 6 വിനാഴിയും, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും ചെന്നതിന് ശേഷമാണ് മീനത്തിൽ നിന്നും, അതായത് മീനമാസമാണ്, മീനരാശിയിൽ നിന്നും സൂര്യൻ മേടൻ രാശിയിലേക്ക് അതായത് സൂര്യൻ പറഞ്ഞ രവി സംക്രമിക്കുന്നത്. അപ്പം മേഷ വിഷു സംക്രമം എന്ന് പറയും. മേടരാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തിനെ അടിസ്ഥാനപരമാക്കിയിട്ടാണ് വിഷുഫലം പറയുന്നത്. അപ്പോൾ മേടൻ രാശിയിലേക്ക് മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് മാറുന്നത്, അതായത് സൂര്യൻ മാറുന്നത് മീനമാസം 31-ാം തീയതി 36 നാഴിക, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, അതായത് ശനിയാഴ്ച. അതായത് സമയം നമുക്ക് IST സമയം പറയുകയാണെങ്കിൽ രാത്രി 8:22 രാത്രി 8:22 വരുന്നത്. അപ്പോൾ ആ സമയത്ത് മകീര നക്ഷത്രമാണ് വരുന്നത്. മകീര നക്ഷത്രത്തിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മകീര നക്ഷത്രത്തിലാണ്. ശുക്ലപക്ഷ ഷഷ്ടി പറഞ്ഞ വെളുത്ത പക്ഷം, അതായത് കറുത്ത ബാബിന് ശേഷമുള്ള ഷഷ്ടി, 6ാമത്തെ ദിവസം ഷഷ്ടി തിഥിയും പന്നികരണവും, കരണം വന്നിട്ട് പന്നികരണമാണ്. ശോഭനനാമ നിത്യയോഗവും നല്ലതാണ്. പന്നികരണവും ശോഭനനാമ നിത്യയോഗവും കൂടിയ മിഥുനക്കൂറ്റിൽ, അതായത് മിഥുനൻ രാശിയിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മിഥുനക്കൂറ്റിൽ തുലാ ലഗ്ന സമുച്ചയത്തിൽ, അതായത് ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. അപ്പോൾ തുലാ ലഗ്ന സമുച്ചയത്തിൽ അഗ്നി ഭൂതോദയം കൊണ്ട്, ഭൂതോദയം പറഞ്ഞാൽ ആ സമയത്തുള്ള ഭൂതം ഏതാണ് ചോദിച്ചു പറഞ്ഞാൽ അഗ്നിയാണ്. അഗ്നി ഭൂതോദയത്തിൽ മേഷ വിഷു സംക്രമം, അതായത് വിഷു സംക്രമം വരുന്നത് ഈ സമയത്താണ് എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്ത് തുലാ ലഗ്നമാണ് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത്. ആ തുലാ ലഗ്ന പ്രകാരം തന്നെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തുലാ ലഗ്നത്തിൻ്റെ 3-ാം ഭാവത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ ചൊവ്വയും ശനിയും കൂടി നിൽക്കുന്നുണ്ട്. 5-ാം ഭാവത്തിൽ, അതായത് കുംഭൻ രാശിയിൽ ശനിയും ചൊവ്വയും കൂടി നിൽക്കുന്നുണ്ട്. 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് സൂര്യനും ബുധനും ശുക്രനും രാഹുവുമാണ് നിൽക്കുന്നത്, അതായത് മീനൻ രാശിയിൽ. മേടൻ രാശിയിൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ്. 9-ാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ നിൽക്കുന്നത് ചന്ദ്രനും. കന്നിരാശി 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് കേതുവുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രാശിപ്രകാരം നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി നല്ല തന്നെയാണ്. അതായത് ലഗ്നാൽ 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. വ്യാഴം ലഗ്നത്തിന് വീക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 11-ാം ഭാവത്തിനെ വീക്ഷിക്കുന്നുണ്ട് വ്യാഴം. അതുകൂടാതെ 3-ാം ഭാവത്തിനെയും വീക്ഷിക്കുന്നുണ്ട് വ്യാഴം വീക്ഷിക്കുന്നത് പറഞ്ഞാൽ ദൃഷ്ടി ചെയ്യുന്ന ഓരോരോ ദിക്കുകളിനെ പറയുന്നത്. 11-ാം ഭാവത്തിലേക്കും അതുപോലെ ലഗ്നത്തിലേക്കും 3-ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. തുലാ ലഗ്നത്തിൻ്റെ അധിപൻ ശുക്രനാണ്. ശുക്രൻ 8-ാം ഭാവം, അതായത് 8-ാം ഭാവം പറഞ്ഞാൽ ഇടവൻ രാശി 8ാം ഭാവം ഏറ്റെടുത്തുകൊണ്ട്, ലഗ്നാധിപൻ 8ാം ഭാവം അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവമായ
അനിഷ്ടസ്ഥാനമായിട്ടുള്ള മീനൻ രാശിയിൽ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. സൂര്യനോടൊപ്പം ബുധനോടൊപ്പം രാഹുവിനോടൊപ്പം ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം നാശസ്ഥാനമാണ്. സർവപ്രണാസോ വിപദോ അപവാദോ കേതുപ്രദേശോ മരണസ്യ ദാസ മരാദ്യം ഗതാച്ച വിഘ്ന എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ സർവപ്രണാസോ, അപ്പോൾ സർവ്വവസ്തുക്കളുടെയും നാശങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് ഈ പറയുന്നത്. അതായത് സർവ്വവസ്തുക്കളുടെ നാശങ്ങൾ, അപമാനങ്ങൾ, അതായത് ഭൂമിക്ക് ദോഷങ്ങൾ വരുന്നതൊക്കെയാണ് പറയുന്നത്. ഭൂമി കാരകനായിട്ടുള്ള ഗ്രഹം ലഗ്നാൽ 5ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപൻ്റെ 12ാം ഭാവത്തിലാണ് ഭൂമികാരകനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നത്. ലഗ്നാധിപൻ തന്നെ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. മത്സ്യരാശിയിൽ നിൽക്കുന്നത്. മത്സ്യരാശി പറഞ്ഞാൽ അത് മത്സ്യരാശി പറഞ്ഞാൽ മീനൻ രാശി ജലരാശിയും കൂടിയാണ്. അപ്പം ജലരാശിയും കൂടി ആയിരിക്കുന്ന കാരണം കൊണ്ട് അവിടെ കൂടെ നിൽക്കുന്നത് സൂര്യനും ബുധനും, അതായത് ബാധകാധിപനും അതായത് 11ാം ഭാവാധിപനും ബാധകാധിപനുമായിട്ടുള്ള സൂര്യൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 9ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ നീചം പിടിച്ച് നിൽക്കുന്നുണ്ട്. നീചഭംഗ രാജയോഗം ഉണ്ട് താനും. അതുപോലെ തന്നെ രാഹു നിൽക്കുന്നുണ്ട് ശുക്രന്റെ കൂടെ. അപ്പം ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്ത് നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ രോഗാധിക്യങ്ങൾ ഉണ്ടാവും. ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് രോഗാധിക്യങ്ങൾ ഉണ്ടാകും. വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാകും. ഗുളികൻ 3ലാണ് നിൽക്കുന്നത്. അപ്പോൾ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. എന്നിരുന്നാലും അതിലേക്ക് ചെറുത്ത് നിൽക്കുവാനുള്ള കെൽപ്പ് ഭരണാധികാരിയായിട്ടുള്ള സൂര്യൻ നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. കുറച്ച് കഷ്ടപ്പെടുമെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ ഉചിതകരമായിട്ടാണ്. അപ്പോൾ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് രോഗങ്ങൾ വരികയാണെങ്കിലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പ്രതിവിധികൾ ഉണ്ടാവും. 4ാം ഭാവാധിപൻ അതായത് ജനസംബന്ധമായിട്ടുള്ള സമ്പർക്കവും ഭൂമി സംബന്ധമായിട്ടുള്ള നമ്മുടെ പ്ലേസ് സംബന്ധമായിട്ടുള്ള ഗ്രഹവും ഭൂമി കാരകനുമായിട്ടുള്ള ഗ്രഹം 4ാം ഭാവാധിപന്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. 4ാം ഭാവാധിപൻ 5ാം ഭാവത്തിൽ നിൽക്കുന്നത്. 5ാം ഭാവാധിപന്റെ ഭൂമികാരകനായിട്ടുള്ള ചൊവ്വയാണ്. ചൊവ്വ 2ാം ഭാവാധിപനും 7ാം ഭാവാധിപനും കൂടിയാണ് നിൽക്കുന്നത്. ഭൂമികാരകനായിട്ടുള്ള നിൽക്കുന്നത്. അപ്പോൾ ജനസമ്പർക്കനായിട്ടുള്ള ശനി 5ാം ഭാവത്തിൽ ഭൂമികാരകനായിട്ടുള്ള യോഗം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് വർഷകാലം, അതായത് ഈ വർഷം മഴ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചു പറഞ്ഞാൽ കാലാവസ്ഥ അതായത് നമ്മുടെ മൺസൂൺ കാലം, അതായത് മഴക്കാലം എന്ന് പറയുന്നത് ജൂൺ 15 കൂടിയിട്ടാണ് മഴയുടെ ആരംഭം, മൺസൂൺ ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. വർഷകാലം ആരംഭിക്കുന്നത് അത് യഥാക്രമം ആ സമയത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ലഗ്നാധിപൻ തന്നെ മത്സ്യരാശിയായിട്ടുള്ള 6ാം ജലരാശിയായിട്ടുള്ള 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം മഴ ഇഷ്ടം പോലെ ഉണ്ടാവും എന്നുള്ളത് കാണുന്നുണ്ട്. വർഷകാലം ഫുള്ളായിട്ട് കാലവർഷം ഫുള്ളായിട്ടുണ്ടാവും എന്നുള്ളതും പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ന്യൂനമർദ്ദം സംബന്ധമായിട്ടുള്ള ഇതുണ്ടാവും. കാരണം ചന്ദ്രന്റെ കേന്ദ്രത്തിലാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, അതും ജലരാശിയിൽ. അത് കാരണം ന്യൂനമർദ്ദന സംബന്ധമായിട്ടുള്ള മഴകളും ഇതിൽ കാലവർഷം കൂടാതെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ന്യൂനമർദ്ദം എന്ന് വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ വിടാതെ 3, 4, 5 ദിവസങ്ങളൊക്കെ വിടാതെ മഴ പെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ പ്രളയ സാധ്യതയെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ജലപ്രളയമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. മേടൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ടും ജലരാശിയിൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്ത് നിൽക്കുന്ന കാരണം കൊണ്ടും പ്രളയത്താൽ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ അതിനുള്ള പരിഹാരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള മുൻകൂട്ടലുകൾ എല്ലാം ഉണ്ടാവും. കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് അങ്ങനെയെല്ലാം ഉണ്ടാകും എന്നുള്ളത് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും രോഗാധിക്യ സംബന്ധമായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ലെവലിൽ നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് കാരകനായിട്ടുള്ള ഗ്രഹം 6ാം ഭാവത്തിലാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചെറുത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഭരണാധികാരികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നൊക്കെയാണ് ഈ വിഷുഫലത്തിൽ പറയുന്നത്. എന്നിരുന്നാലും അതിനെല്ലാം തരണം ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് ഉണ്ടാവും എന്നുള്ളതും വ്യാഴൻ 7ാം ഭാവത്തിൽ വ്യാഴൻ ഇഷ്ടസ്ഥാനത്തിൽ വന്ന് നിൽക്കുന്നത് വളരെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് തന്നെ എന്തുതന്നെ വന്നാലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വിഷുപ്പനം വരുന്നത്.
അപ്പോൾ വിഷുഫലത്തിൽ നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കുള്ള ഫലം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക്, അതായത് ഈ വിഷുഫലത്തിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് എങ്ങനെയുള്ള ഫലമാണ് ഉള്ളത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, കാർത്തിക നക്ഷത്രം എന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രം മേടൻ രാശിയിൽ കുറച്ചേ നിൽക്കുമെങ്കിലും ബാക്കി മുക്കാൽ ഭാഗവും ഇടവൻ രാശിയിലാണ് നിൽക്കുന്നത്. അപ്പം ചന്ദ്രൻ 12ലാണ് കാർത്തിക നക്ഷത്രം വരുന്നത്, ചന്ദ്രൻ 11ലും കാർത്തിക നക്ഷത്രം വരുന്നുണ്ട്. എന്നിരുന്നാലും കാർത്തിക നക്ഷത്രക്കാർക്കും ഗുണകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. അതായത് മകീര നക്ഷത്രത്തിലാണ് അതിൻ്റെ വിഷുഫലം വരുന്നത്. മകീര നക്ഷത്രത്തിലാണ് വിഷുഫലം വരുന്നത്. മകീര നക്ഷത്രത്തിൻ്റെ അനുരഞ്ജന നക്ഷത്രമായിട്ടുള്ള ചിത്തിര, അതുപോലെ തന്നെ അവിട്ടം, ഈ 3 രാശികൾക്കും ഈ വിഷുഫലത്തിൻ്റെ ദോഷമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിട്ട നക്ഷത്രത്തിന് ശേഷമുള്ള വരുന്ന നക്ഷത്രങ്ങൾക്കെല്ലാം ഗുണകരമാണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ കാർത്തിക നക്ഷത്രം വരും. അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്കും ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾ സംഭവിക്കാനുള്ളതും ലാഭകരപരമായിട്ടുള്ള നേട്ടങ്ങൾ സംഭവിക്കാനും തൊഴിൽ പുരോഗതികൾ വരുവാനുള്ള സാധ്യതയും കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധി വരുവാനുള്ള സാധ്യതയും കുടുംബ കലഹങ്ങൾ മാറി ഐക്യത്തിൽ പോകാനുള്ള സാധ്യതയും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വൻകിട നേട്ടങ്ങളും പുതിയ മേഖലകൾ കണ്ടുപിടിച്ച് അതിനെ സൃഷ്ടിച്ച് അതിൽ വിജയം കൈവരിക്കാനുള്ള സാധ്യതയും ഭരണാധികാരികൾക്കെല്ലാം നേട്ടം വന്ന് കൈവരിക്കുവാനുള്ള സാധ്യതയും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അവരവർ അറിയിക്കുന്ന സ്ഥാനത്ത് എത്തിപ്പെടുവാനുള്ള സാധ്യതയും വിജയ സാധ്യതയും എല്ലാം പെട്ടെന്ന് തെളിഞ്ഞു കാണുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വിദ്യാർത്ഥികൾക്കെല്ലാം പഠനത്തിൽ വൻകിട നേട്ടങ്ങളും അതിനുള്ള പുരസ്കാരങ്ങളും അതിനുള്ള നേട്ടങ്ങളും ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളും എല്ലാം ചേർത്ത് നിൽക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പുതിയ ബന്ധു വഴികളെല്ലാം വന്ന് ചേരുവാനും വിവാഹ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുമെല്ലാം ഈ രാശിക്കാർക്ക് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജനസംബന്ധമായിട്ടുള്ള ജനപ്രീതികരമായിട്ടുള്ള ജനമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള മേഖലകളാണ് കാണുന്നത്. അതുപോലെ തന്നെ വക്കീലന്മാർ, എഞ്ചിനീയർമാർ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണദോഷ മിശ്ര സംബന്ധമായിട്ടുള്ള ഒരു ഫലമായിരിക്കും വരുന്നത്. അതുപോലെ വാഹന സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാധിക്യ സംബന്ധമായിട്ടുള്ള ഇതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക് മേഖലകളും മൊബൈൽ ഗാർമെൻറ്റ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ മേഖല, ലാപ്ടോപ്പ് മേഖല എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻ ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. വസ്ത്ര സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ തന്നെ അലോപ്പതി മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ള അനുഭവങ്ങളാണ് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കാർത്തിക നക്ഷത്രക്കാർക്ക് കാണുന്നത് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്കെല്ലാം പ്രണയ സാഫല്യങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതയും ഗവൺമെൻറ് തലത്തിൽ ജോലി എടുക്കുന്നവർക്കെല്ലാം അവരവർ അറിയിക്കുന്ന സ്ഥാനത്ത് എത്തുവാനും അതുപോലെ പ്രമോഷൻ വല്ലതും ആവശ്യം വരികയാണെങ്കിൽ പ്രമോഷൻ ആവശ്യപ്പെടുകയല്ല, ആഗ്രഹങ്ങൾ ഉള്ളവർക്കെല്ലാം പ്രമോഷനുകൾ കിട്ടുവാനുള്ള സാധ്യതയും ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുവാനുള്ള സാധ്യതയും വിദേശ സഞ്ചാരം, വിദേശ യോഗവും വിദേശവാസവും എല്ലാത്തിനും യോഗം കാണുന്നുണ്ട് എന്നാണ് പറയാം. അതിശയപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരവർ അർഹിക്കുന്ന പ്രവർത്തന മേഖലകളിൽ വിജയം കൈവരിക്കുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ആ മേഖലയിൽ പരിപരമായിട്ടുള്ള മേഖലകളിൽ ഗുണാധിക്യം വന്നു ചേരുവാനുള്ള സാധ്യതയും ഭരണാധികാരികൾക്കെല്ലാം ചില സമയങ്ങളിലെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നു ചേരുവാനുള്ള സാധ്യതയും വിഷമഘട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ഗുണകരമായിട്ടുള്ള നേട്ടങ്ങളും ഗുണങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള നേട്ടങ്ങളും മറ്റുള്ളതും കാണുന്നുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ സംബന്ധമായിട്ടുള്ള മേഖലകളിലും ലാപ്ടോപ്പ് സംബന്ധമായിട്ടുള്ള മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് നടത്തുന്നവർക്കാണ് കൂടുതലും ഇത് കാണുന്നുണ്ട്. മോട്ടോർ സംബന്ധമായിട്ടുള്ള മേഖല, മെഷീനറി സംബന്ധമായിട്ടുള്ള മേഖല, ഹൈടെക് സംബന്ധമായിട്ടുള്ള മേഖല, സിവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള മേഖല,
അതുപോലെ തന്നെ കോൺട്രാക്ട് സംബന്ധമായിട്ടുള്ള മേഖല, റെയിൽവേ സംബന്ധമായിട്ടുള്ള മേഖല എന്നീ മേഖലകളിലെല്ലാം വിജയസാധ്യത ഉറപ്പുവരുത്തുവാനുള്ള സാധ്യത കൂടുതലായിട്ട് ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്രത്യക്ഷപരമായിട്ടുള്ള ധനഭാഗ്യ യോഗം ഉണ്ടാകും എന്നാണ് പറയുന്നത്. കടബാധയിൽ നിന്നെല്ലാം മോചനം ലഭിക്കുവാനുള്ള സാധ്യത വന്നു ചേരുവാനും അറിയിക്കുന്ന ഫലങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും ഭാഗ്യകടാക്ഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും വിദേശത്തേക്കായിട്ട് പോകാനായി തയ്യാറെടുത്ത് നിൽക്കുന്നവർക്ക് അത് അനുഭവത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യതയും വിദേശത്ത് പോയി ജോലി അലച്ചിലില്ലാതെ കിട്ടുവാനുള്ള സാധ്യതയും എല്ലാം ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള വിഷുഫലത്തിൽ ഗുണകരമായിട്ടുള്ള സമയമാണ് കാണുന്നത്. കാർത്തിക നക്ഷത്രക്കാർക്ക് വരവ് ചെലവ് കണക്ക് നോക്കുന്ന സമയത്ത് വരവ് രണ്ടും 14 ചിലവാണ്. അതായത് വരവിനേക്കാൾ ചിലവ് കൂടുതലായിട്ടാണ് കാണുന്നത്. അപ്പോൾ 14 രൂപ 2 ഉള്ളം കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് മഹാവിഷ്ണുവിലും അതുപോലെ തന്നെ ശിവനെങ്കിലും പ്രാർത്ഥിച്ച് ഭാണ്ഡാരത്തിൽ നിക്ഷേപിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ ആ ചെലവ് അതായത് വരവിനേക്കാൾ ചെലവ് കൂടുന്നത് കുറയ്ക്കാനുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമസ്കാരം.